വെജിറ്റബിൾസ് എല്ലാം നട്ട് കഴിഞ്ഞ് ഫ്ലവേഴ്സാണ്. ഞങ്ങളുടെ പ്ലാന്റ്സ് എല്ലാം നടാൻ പോകും. അതെല്ലാം മേടിച്ചു. കണ്ടെയ്നേഴ്സ് ഉണ്ട്, ഇതിലെല്ലാം നിറയ്ക്കും. ഇതെല്ലാം ഞങ്ങൾ ആമസോൺ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണേ. എന്നിട്ട് ഇതെല്ലാ വർഷവും വിൻ്റർ ആകുമ്പോൾ എടുത്ത് അകത്ത് വെക്കും. സമ്മർ ആകുമ്പോൾ സ്പ്രിങ് ആകുമ്പോൾ വീണ്ടും ഇതിനെല്ലാം പുറത്തെടുത്ത് വെച്ച് പ്ലാന്റ്സ് എല്ലാം വെക്കും. അപ്പോൾ ഇനി അടുത്ത പണി പ്ലാന്റ്സ് ഒക്കെ വെക്കുകയാണ്. ഇതെല്ലാം താങ്ക് യു. അപ്പോൾ ഞങ്ങളിത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചട്ടികളെല്ലാം വെക്കുമേ. എന്നിട്ട് വോളയിൽ വെക്കും. വോളുണ്ട്, വോളിൽ വെക്കാൻ എന്തെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഒരുമിച്ച് വെക്കും. ഇത് കണ്ട നാട്ടിലെ ബന്ദിയല്ലേ ഇത്. ഇതിൻ്റെ തട്ട് കുറഞ്ഞതുണ്ട്, തട്ട് കൂടിയതുണ്ട്. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. അതിൻ്റെ തന്നെ വേറെ കളർ കണ്ടോ. ഇതും ഒരു ബന്ദി, ഒരു ടൈപ്പ് ഓഫ് ബന്ദി. ഇത് നല്ല തട്ടുള്ളത്, ഇതിന് ചെറുത്. അതിൻ്റെ തന്നെ മഞ്ഞ കണ്ടോ, ഒത്തിരി കളറുണ്ട്, ഒരുപാട് കളേഴ്സ് ഇട്ട്. ഇവിടെ ഇഷ്ടംപോലെ പൂക്കളായി സീസണിലങ്ങേ. ഏത് മേടിക്കണമെന്ന് അറിയത്തില്ലേ ഉള്ളൂ. കണ്ടു ഞാൻ ഇന്നലെ വന്ന് ഞാൻ കണ്ടത്. ഇന്നലെ ഞാൻ നോക്കിയാൽ റൂട്ടിൽ കിളുത്ത് വരും. രണ്ടും ഒരുമിച്ചിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പം എല്ലായിടത്തും കോമൺ ആയിട്ട് കിട്ടുന്നതാണ് ഈ ടവർ ഗാർഡനൊക്കെ. ഇത് ഞങ്ങൾ വിൻ്ററിലെടുത്ത് അകത്ത് വെക്കും. എന്നിട്ട് സ്പ്രിങ് ആകുമ്പോൾ വീണ്ടും പുറത്ത് വെച്ച് ചെടികളൊക്കെ നടും. ഇത് പ്ലാസ്റ്റിക്കാണ് കണ്ട, പക്ഷേ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നത്തില്ല, സ്റ്റോൺ ആണെന്ന് തോന്നുന്നു. ഇത് 3 തട്ട നമുക്ക് അകത്ത് വയ്ക്കിയത്. ഇതിന് ബേസ് ഉണ്ട്, അപ്പം ബേസിക് വെള്ളം അവിടെ കിടന്നോളും, പോത്തില്ല. ഇതിന് ഇച്ചിരി പോട്ടിംഗ് മിക്സും കൂടി ആഡ് ചെയ്യണേ. ചട്ടിയല്ലേ ഇത്, അതിൻ്റെ ബേസ്. ഇതിൽ വെള്ളം കിടന്നോളും വന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഓരോന്നിട്ട് വയ്ക്കുക. ഇതിൽ മോർ ആഡ് ചെയ്യുമേ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് വെക്കാൻ വേണ്ടി ഇച്ചിരി വെച്ചതേ ഉള്ളൂ. ഇത് ഇപ്പം നട്ടത് കൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് കിളുത്ത് അങ്ങ് പുറത്തേക്ക് ഇറങ്ങിക്കോളും, വൃത്തിയായിട്ട് നിന്നോളും. ഇനി മോർ ആഡ് ചെയ്യണം, അത് പിന്നെ നമുക്ക് ആഡ് ചെയ്യാമേ. ബാക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ ആഡ് ചെയ്യാം. ഓക്കെ, മോർ ഇതെല്ലാം ആമസോണിലെയാണ്. ഇതിങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റും. നൈസ് ബാസ്ക്കറ്റ്. സ്കൂളിൽ പറയാലോ ഞാൻ ഗാർഡനിങ് ഒക്കെ ചെയ്തു അല്ലേ. അതിനോ എനിക്കില്ല. സ്കൂൾ അങ്ങ് വിട്ടാലോ, സ്കൂളങ്ങ് സ്കിപ്പ് ചെയ്താലോ. ഹേസൽ പഠിത്തം അങ്ങ് ഉപേക്ഷിച്ചാലോ, എന്നിട്ടിങ്ങനെ കറങ്ങി നടന്നാലോ. സ്കൂളിൽ ഇഷ്ടമാണോ? ഓ ഇന്നിപ്പോൾ പറഞ്ഞു സ്കൂളിൽ പോകണ്ട, ഹാപ്പിയാന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ ജോലി അതാണ് നമ്മൾ സ്കൂൾ വേണ്ടെന്ന് വെക്കാം, സ്കിപ്പ് ചെയ്യാം. സ്കൂൾ കളഞ്ഞാലോ, ഉപേക്ഷിച്ചാലോ. ഇതുപോലെ ജോലിക്ക് പോയാലോ. നീ വേഗം തുടങ്ങണ്ടല്ലോ, പൈസ ഉണ്ടാക്കണ്ടേ. ആരും പൈസ അത് വെച്ച ഞങ്ങളെല്ലാം വെച്ചിട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം മോളെ കൊണ്ടുവയ്ക്കട്ടെ. ഇതുണ്ടോ, ഇതെല്ലാം ഇതിൻ്റെ കൂടെ കിട്ടിയ ഹുക്സ് ആണ്, ഇത് വെക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഹാങ് ചെയ്യാം.
അത് നമ്മളിട്ടു. ഈ ഞങ്ങളുടെ ചെടിച്ചട്ടിയുടെ കൂടെ കിട്ടിയ ഇതാണ് സ്റ്റാൻഡെന്ന് എന്ത് പറയാം, ഹുക്കൊന്നുമല്ല, ഫ്രെയിം. അപ്പോൾ ആ ഫ്രെയിമിൻ്റെ അകത്ത് കൊണ്ട് വയ്ക്കുക. ബ്ലാക്കിൻ്റെ ഫ്രെയിമാണിത്. ഇത് എളുപ്പം വയ്ക്കാൻ. ഇതിങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് വെച്ചു. എനിക്ക് എൻ്റെ അസിസ്റ്റൻ്റാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. കൊച്ചാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിലെ ആമസോണിൽ നിന്ന് കൊണ്ടുവന്നു. വെച്ചിട്ടുണ്ട് ആണിയിൽ ഹുക്ക് ചെയ്തേ. നമ്മൾ എന്തോരം വന്ന് ജോലി ചെയ്തല്ല. ഇത് കണ്ടോ, ഭംഗിയില്ല. ഇനി ഇത് ഇന്നല്ല ഭംഗി, ഇത് 2-3 ദിവസം കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് 3 പൂക്കൾ വന്നു കഴിയുമ്പോൾ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ചെടികളെല്ലാം മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇത് ഞങ്ങൾക്ക് 2 ഫൗണ്ടൻ ഉണ്ട്. അതും വിൻ്ററിൽ എടുത്തകത്ത് വയ്ക്കും. അതിനി അടുത്തകത്ത് വെക്കണം, അല്ല പുറത്ത് വെക്കണം, വെള്ളമൊക്കെ ഒഴിക്കണം, ഇതെല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ഇരിക്കുന്നിടത്ത് കുറച്ച് കുഷൻ ഉണ്ട്, അതെല്ലാം കൊണ്ട് വയ്ക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്കാണ്, ടീ ബ്രേക്ക്. അവിടെ 5 മണിയാണ്. ചായ കൊടുത്തിട്ട് എന്നിട്ട് അടുത്ത സെഷനാണ്. ഫുൾ ഡേ പണിയാണ്. കാപ്പി ഇട്ടേ, കട്ടൻ കാപ്പി. കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് കട്ടൻ കാപ്പി കുടിക്കുക. ഭയങ്കര ചൂടാണ്. വെയിൽ ചൂട് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ ഭയങ്കര ചൂട്. അപ്പോൾ വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റും, പുറത്ത് തന്നെ ഇരിക്കും. ഗ്രാസൊക്കെ വെട്ടാനുണ്ട്. ഗ്രാസെല്ലാം വളർന്ന് കണ്ടില്ലേ. ഇപ്രാവശ്യം വിൻ്റർ കുറവായിരുന്ന കാരണം അധികം നശിച്ചു പോയിട്ടില്ലേ, നല്ല ഗ്രീനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെയും വെട്ടാനുണ്ട്. പണിയാണ്. ഈ 5-6 മാസത്തെ വിൻ്ററിന് ശേഷം ഇതെല്ലാം സെറ്റപ്പ് ആക്കാന്ന് വെച്ചാൽ നല്ല പണിയാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്ത് തന്നെ ഇരിക്കും, അകത്തോട്ട് കയറത്തില്ലേ. പിന്നെ കഴിപ്പും കുടിപ്പും എല്ലാം ഇവിടെ തന്നെയാണ്. അറബിക്ക് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് ഇവിടെ അങ്ങ് കൂടും. അതുപോലെ സമയമാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ 6 മണിയാവാൻ പോവാം. എന്നാലും കണ്ട ഉച്ചയ്ക്ക് ഒരു 3 മണി പോലല്ലേ ഉള്ളൂ. അപ്പം 10 മണി ആയാലും സണ്ണ് പോകത്തില്ല, ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വീടിൻ്റെ അകത്ത് കയറാൻ തോന്നത്തില്ല, പുറത്ത് തന്നെ ഇരിക്കും. നല്ല സുഖം മോട്ട വിളിച്ചാൽ വേണം മോട്ട. ഇതെല്ലാം അകത്തിരിക്കുമ്പോൾ വിൻ്ററിൽ വെള്ളമൊക്കെ അകത്തിരുന്ന് ഒഴിക്കാൻ വലിയ പ്രയാസമല്ലേ. അപ്പോൾ ഇതെല്ലാം ഇനി പുറത്താണ്. ഇനി ഒരു 4 മാസം ഇവർ പുറത്ത് കിടക്കും. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇടാം, വെള്ളം ഒഴിക്കാം. ഇതുകൊണ്ട് ഇവിടെ കിടന്നുകൂടായിരുന്നു. ഇതും ഇന്ത്യയിൽ കൊണ്ടുവന്നാണ് ചകിരിയുടെ ഇത് കണ്ട ബേസ്. തുടങ്ങി ചെടികളെല്ലാം വെച്ചു. ചെടികളുടെ അകത്തെ എല്ലാം പുറത്തിറക്കിക്കൊണ്ട് വന്നു. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ ഗാർഡൻ, ഞങ്ങൾ ഉണ്ടാക്കിയ ഗാർഡനാണേ. ചെടികളെല്ലാം കണ്ടോ, ഇത് കഴിഞ്ഞ വർഷം നട്ടതാണ്. വിൻ്ററൊക്കെ സർവൈവ് ചെയ്യുന്നവരെ ഇവരെല്ലാ വർഷവും പെരിനിയൽസ് പറയും. മുമ്പ് വെച്ചതൊക്കെ ആനുവൽസ്, സീസണലിൽ പോലും സീസണലല്ലേ. ഇതൊക്കെ എല്ലാ വർഷവും തന്നെ കിളുത്ത് വന്നോളൂ. ഈ മുഖ്യത് മൊത്തം തന്നെ കിളുത്ത് വരുന്നതാണ്. പക്ഷെ നട്ടിരുന്നതാണ്. ഇതിൻ്റെ ചത്തിട്ട് തിരിച്ച് കിളുത്ത് വരും. ഇത് പൂക്കുന്നതുണ്ട്. ഇത് ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ തന്നെ ഇത് പൂക്കാൻ തുടങ്ങും. സ്പ്രിങ് തുടങ്ങുമ്പോഴേ പൂക്കും. കണ്ട പൂവെല്ലാം കരിഞ്ഞു. എന്ത് നല്ല പൂവാണ്. ഇതെല്ലാം കരിഞ്ഞു പോയി. ഇനി അത് പൂക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ എല്ലാം മൊത്തം വന്നിട്ട് പോയി കഴിഞ്ഞു. ഇതെല്ലാം ആയിക്കഴിഞ്ഞു. ഇതിന് വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. സ്പ്രിങ് ആയപ്പോൾ ഇതെല്ലാം വന്നുപോയി. കണ്ടോ പൂക്കൾ. അതുപോലെ ഇവിടെ നിൽപ്പുണ്ട്.
ഇത് കണ്ടോ, ഇത് കാണിച്ചില്ലേ, ഇത് കണ്ടോ കറുത്ത് കാണുന്നത്, ഇത് മൾച്ചാണ്. മൾച്ച് വെച്ചാൽ നമ്മുടെ തടിയുടെ പൊടി, തടിയില്ലേ, ഇത് ഇടുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ വീഡ്സ് ഒന്നും ഒത്തിരി പുല്ലൊന്നും ഇതിനകത്ത് കിളിക്കത്തില്ല. ഇത് കണ്ടോ, ഒരു പുല്ലും ഇതിൻ്റെ അത് കിളിച്ചിട്ടില്ലേ. അതുപോലെ കുഴിയൊക്കെ കുത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അണ്ണാൻ കൊണ്ട് സാധനങ്ങളൊക്കെ ഫുഡൊക്കെ പാത്ത് വെക്കുന്നത്, അതെല്ലാം ഇനി നിരത്തി ലെവൽ ചെയ്യണം. ഇത് ഐറിസ് എന്ന് പറയാം. ഐറിസ് ഇതിന് പല കളേഴ്സ് ഉണ്ട്, ഭയങ്കര രസം ഈ പൂ കാണാൻ. ഐറിസ് അതിൻ്റെ പല മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അല്ല ഇതൊക്കെ എല്ലാം പൂത്ത് കഴിഞ്ഞു. ഇതെല്ലാം പൂക്കൾ മതി, എത്ര ഭംഗിയാണ് പൂക്കൾ. അപ്പോൾ വൺസ് നട്ട് കഴിഞ്ഞാൽ പെരണിയൽസിൻ്റെ ഗുണമെന്ന് വെച്ചാൽ എല്ലാ വർഷവും അവർ കിളുത്ത് വന്നോളും. നമ്മൾ പിന്നെ ഇതൊക്കെ വിട്ടാൽ ഇത് സ്പ്രിങ് ആയപ്പോഴത്തേനും എല്ലാം കിളുത്ത് വന്നുകൊണ്ട് എന്തോരം ബുഷിയായിരുന്നു. ഹോസ്റ്റയുടെ പല വെറൈറ്റി ഇരിക്കുന്നു. ഇത് ഐറിസിൻ്റെ മഞ്ഞയായിരുന്നേ, മഞ്ഞ അതെല്ലാം പൂത്ത് കഴിഞ്ഞു പോയി. അതെപ്പോഴും തുടങ്ങുമ്പോഴേ വരും, സ്പ്രിങ് തുടങ്ങുമ്പം പൂത്ത് വരും. പിന്നെ ഫേണുണ്ട്. ഫേണൊക്കെ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു തണ്ട് മതി, ഇഷ്ടം പോലെ ഇങ്ങനെ കിളിച്ചു പോകും. മിൻറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ എല്ലായിടും അതും കയറി വരും. ഇതിൻ്റെ പൂ ഭയങ്കര നല്ല കാണാനേ. ഇത് ഉണ്ടായി വരുന്നുണ്ട്, മുട്ട ഉണ്ട്, പക്ഷേ ഉണ്ടാവുകയാണ് കാണിക്കാൻ. ഇത് നല്ല, ഇതിൻ്റെ പൂ കാണാൻ നല്ലതാണ്. ഇവിടെ ഞങ്ങൾക്കൊരു ഫൗണ്ടൻ ഉണ്ട്, ഇവിടെ ഫൗണ്ടൻ വെക്കും. ഈ ഫൗണ്ടൻ്റെ അകത്ത് കിളികളൊക്കെ വെള്ളം കുടിക്കുന്ന ഇവിടെ വെക്കുന്ന ഫൗണ്ടൻ്റെ അകത്ത് നിന്ന് വെള്ളമൊക്കെ കുടിച്ച് വെച്ച്. പിന്നെ ഈ ഗാർഡൻ ലൈറ്റ്സും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞങ്ങൾക്ക് രാത്രി ആകുമ്പോൾ ഇതിന് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് ഞങ്ങൾ ബാക്ക് യാർഡിൽ തന്നെ സ്ഥലം താമസിക്കുന്നത്. ഇതേ ഇപ്പോൾ ബാക്ക് യാർഡ് മൊത്തം കാണിച്ചിട്ട് ഇതുകൂടെ കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഇതാണെങ്കിൽ ഞങ്ങളുടെ ഫയർ പ്ലേസ് ആണ്. ഇത് വിൻ്ററിൽ ഇങ്ങനെ എൻ്റെ കവറൊക്കെ ഇട്ടിട്ട് ഇത് വെച്ച് പറന്നു പോകാതിരിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഇത് ഗ്യാസ് കണക്ഷനാണ്. ഗ്യാസ്, വീട്ടിലെ ഗ്യാസ് ഉള്ള കണക്ഷൻ ഇങ്ങോട്ടും കൊടുത്തിരിക്കുക. ഇത് ലാവ റോക്സ് അല്ലേ, നമ്മുടെ ലാവ വോൾക്കാനിക് റോക്ക്. ഇത് നല്ലൊരു ചൂടാവും തീ വരുമ്പോൾ. അപ്പോൾ നമുക്ക് തണുപ്പുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇത് കത്തിച്ച് ഇവിടെ ഇരിക്കും. കാണാലോ മൊത്തം പൊടിയാണിത്. ഇതെല്ലാം ഇങ്ങനെ അടച്ചു വെച്ചേക്കും വരുന്നില്ലേ കുറച്ച് നാൾ കഴിഞ്ഞ വിൻ്റർ മൊത്തം. പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ വർഷം ഒരു കിളിക്കൂട് ഉണ്ടായിരുന്നേ, കിളിയും കുഞ്ഞുങ്ങളുമായിട്ട് ഇരിഞ്ഞു പോയി. അപ്പോൾ അത് കിളിക്ക് മുറി കൂട്ടം വരെ കിടക്കുന്നു. ഈ ബെഞ്ചസ് എല്ലാമേ എൻ്റെ ഹസ്ബൻഡ് മക്കളോട് ഉണ്ടാക്കിയതാണ്. മോൾ അത് ഡിസൈനൊക്കെ ചെയ്തു. എന്നിട്ട് അവർ 3 പേരുടെ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയത്. ഈ ഫ്രണ്ടിൽ ഒരു ഗാർഡൻ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ ആ ഗാർഡനോട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കണി വർക്ക് കഴിഞ്ഞു. രാവിലെ തുടങ്ങിയതാണ്. അവധി കിട്ടിയപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഒരു ദിവസം സെറ്റപ്പ്.